മക്കളെ, നമുക്ക് കുഞ്ഞിന്റെ സ്കൂളിലെ ശിശുദിന പ്രോഗ്രാംസ് ഒക്കെ കണ്ടാലോ? അതായത് ടീച്ചർ തലേന്ന് ഗ്രൂപ്പിലായിട്ടും വിളിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വരുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും ഓരോ പ്ലക്കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ രാവിലെ തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരുന്നേ. അപ്പൊ പ്ലക്കാർഡിന്റെ സൈഡിലായിട്ട് നമ്മുടെ ചാച്ചാജിയുടെ ചിത്രമാണ് വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏകദേശമൊക്കെ ഞാനൊന്ന് വരച്ചൊപ്പിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലക്കാർഡിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പം ഇതൊക്കെ പിടിച്ചിട്ട് ആള് സ്കൂളിൽ പോകാൻ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാര്യം കൂട്ടുകാരികളൊക്കെ കാണാമല്ലോ. അപ്പം ഞങ്ങൾ 3 പേരും സ്കൂളിലേക്ക് ചെന്നിട്ട് ആള് നേരെ ക്ലാസ്സിലേക്ക് നടന്നു പോയി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ടീച്ചർമാരുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വളരെ കുറവായിരുന്നു. എല്ലാവരും കലോത്സവം അല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളാണ് അസംബ്ലി ഒക്കെ നടത്തിയത്. കാര്യം അവരാണ് പാട്ട് പാടിയും ഈശ്വര പ്രാർത്ഥന പാടിയും അസംബ്ലിയിൽ ഓരോരോ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുന്നതും എല്ലാം കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അതില്ലാത്ത കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ടേൺ ആയിരുന്നേ സ്പീച്ച് പറയാൻ. അവൾ നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. കാര്യം ഒന്നും തെറ്റിക്കാതെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പഠിപ്പിച്ചോ അതേ രീതിയിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോരോ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നേ. അതായത് കുഞ്ഞുമക്കൾ വന്ന് പാട്ട് പാടുകയും ആക്ഷൻ സോങ് ചെയ്യുകയും ചാച്ചാജിയുടെ ജീവചരിത്രത്തെ പറ്റി പഠിച്ചിട്ട് വന്ന് പറയുകയൊക്കെ ചെയ്തു കേട്ടോ. തെറ്റുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അത്രയും നേരം വെയിലത്ത് നിന്നത് കൊണ്ട് തന്നെയും ഒരു എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നേ കുഞ്ഞുമക്കൾക്ക്. അതും LKG UKG കുട്ടികൾ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അതിനുശേഷം കുഞ്ഞുങ്ങളെല്ലാം വരിയായിട്ട് ക്ലാസ്സിലേക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അവരുടെ ടീച്ചർമാരെന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കുഞ്ഞുങ്ങൾ വരുന്ന കാണാൻ. അതിനുശേഷം കുഞ്ഞുങ്ങളും ടീച്ചർമാരും ഒക്കെ നിൽക്കുന്ന കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ, സീ യു.